നിന്റെ വാപ്പേ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അറിയോ? അത് ഉമ്മയല്ലേ പൊക്കോളം പറഞ്ഞ വാപ്പയോട്. പിന്നെ ഇവിടുത്തെ വാറക്കെട്ട വെള്ളം എന്തിനാണ് നിന്റെ വാപ്പ കുടിക്കുന്നത്? എന്തിനാ? അവര് രാധാലക്ഷ്മി കുഞ്ഞമ്മ. ജ്ഞാനാലക്ഷ്മി കുഞ്ഞമ്മ. ഓരോണ്ടല്ലോ എന്റെ കയ്യിലാണ് കിട്ടിയ വലിച്ചു കറിഞ്ഞ പിത്തി കൊട്ടിക്ക ഞാന്. ഉമ്മയ്ക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് അവരോട് പറയും. എന്നോട് എന്തിനാ പറയുന്നേ? അവരോട് പറയാൻ എനിക്ക് പേടിയുണ്ടായിട്ടടി പറയാതെ. അതാണല്ലേ അപ്പൊ എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നേ. അതിപ്പം എനിക്ക് പേടിയെന്നല്ല ഞാൻ പറഞ്ഞത്. അവരൊന്നാമത് ഈ ജീവപര്യന്തയൊക്കെ കിടക്കുന്ന സ്ത്രീയാ. അവർ ഒന്ന് കൊന്നാലും രണ്ടു കൊന്നാലും ഒക്കെ ശിക്ഷ ഒന്ന് തന്നെ. അപ്പം എന്നെ അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ നീ അനാഥയായി പോകത്തില്ല, നിനക്ക് ഉമ്മയില്ലാതാവത്തില്ല. അതാ എന്റെ പേടി. അല്ലാതെ എനിക്ക് അവരെ പേടിയൊന്നുമില്ല. അവരുടെ മുഖത്ത് നോക്കി ഞാൻ രണ്ടക്ഷരം ഞാൻ പറയാൻ എനിക്ക് ഒട്ടും പേടിയില്ലടി. ഉമ്മ ഞാൻ പൊക്കോട്ടെ. നീ പോവണ്ട, എന്റെ കളി തീർന്നിട്ടില്ല. എന്റെ കളി തീർന്നിടം വരെ നീ ഇവിടെ നിൽക്കി. ഇത് കഴിഞ്ഞിട്ട് വേണം അവരുടെ മുന്നിൽ ചെന്ന് അവരുടെ വഴക്ക് എനിക്ക് കേൾക്കാൻ. എടി എന്തിനാണ് കേൾക്കാൻ നിൽക്കുന്നത്? നല്ലത് അങ്ങോട്ട് തിരിച്ചു പറയണം. അത് പിന്നെ ഉമ്മയല്ലേ പറഞ്ഞ അവര് ജീവപര്യന്തം കിടന്നാണ് എന്നും ചെയ്യുമെന്നൊക്കെ. അപ്പൊ പിന്നെ എനിക്ക് പേടി ഉണ്ടാവില്ലേ? അതാടി ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. നമ്മളങ്ങനെ ജയിലിൽ കിടന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത. ഇതെന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കണേ? ഒന്നുമില്ല ചേച്ചി. പാപ്പയുടെ കയ്യിൽ നിന്ന് തേങ്ങ കച്ചവടം പോയതിന്റെ ദേഷ്യം പറഞ്ഞ് എവിടെയോ പോയി. എന്റെ പൊന്നുമ്മ, ഇവിടെ കുറെ ആൾക്കാരുടെ തറവാട് പോവാൻ നിക്ക. അപ്പഴാ ഒരു തേങ്ങ കച്ചവടത്തിന്റെ കഥ. കുമാരി ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മജീദയ്ക്ക് ഈ കച്ചവടത്തിൽ വർഷങ്ങളായിട്ടുണ്ടാക്കിയ ഒരു സൽപ്പേരുണ്ട്. അതാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ ജയിൽപ്പുള്ളി കുഞ്ഞമ്മ കളഞ്ഞത്. തേങ്ങയുടെ കാര്യം മാത്രല്ല, ഇവിടത്തെ അടയ്ക്കയും ജാതിക്കയും ഒന്നും പുറത്തു കൊടുക്കണ്ട, ഒക്കെ പത്തായത്തിലിടാനാ ഓർഡർ. എല്ലാം കൂടെ ഇട്ട് വെക്കാനുള്ള ബലമൊന്നും നമ്മുടെ പത്തായത്തിനില്ല കേട്ടോ. പത്തായത്തിൽ കൊള്ളാത്തതെല്ലാം കൂടെ ഒരു കൊട്ടയിലാക്കിയിട്ട് അവർ തലയിലോട്ട് വെച്ചു കൊടുക്ക്. നിന്ന് തുള്ളട്ട തള്ള. എന്തായാലും ഇതിലും ഭേദം നമ്മുടെ അമ്മയായിരുന്നു. ഇതിനെ വെച്ച് നോക്കുമ്പോ നമ്മുടെ അമ്മ തനി തങ്ക. സീതേച്ചി അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. പക്ഷെ രണ്ടുപേരും ഡേഞ്ചറസ് കുഞ്ഞമ്മയാട്ടാ. അത്രേ ഞാനും ഉദ്ദേശിച്ചുള്ളൂ. എന്റെ കുമാരി, എനിക്ക് അതല്ല സംശയം. ഈ ജയിലിൽ പരോളൊക്കെ നറുക്കെടുപ്പിലൂടാണോ ഈ നടത്തുന്നതൊക്കെ? അല്ലെങ്കിൽ പിന്നെ ഈ പെൺപിള്ളക്ക് ആരെങ്കിലും പരോള് കൊടുക്കുവോ? ഇവരുടെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു കാലത്ത് അവർ ജയിലിൽ നിന്ന് പുറത്തു വരത്തില്ല. ഇതെന്തോ നറുക്കെടുപ്പിലൂടെ അങ്ങോട്ട് പുറത്തു വന്നതാ. അത് തന്നെയല്ല, ഇത്രയും നാൾ അവർ ജയിലിൽ കിടന്നതിന് നമ്മൾ പടച്ചോനോട് നന്ദി പറയണം. അയ്യോ, നേരത്തെ എങ്ങാണ് ഈ പെണ്ണുപിള്ള ഇറങ്ങിയിരുന്നെങ്കിൽ ഈ തറവാട് കുളം തോണ്ടത്തില്ലായിരുന്നോ? അത് മാത്രല്ല കുമാരിജി, ഈ തറവാട് ആശ്രമത്തിന് കൊടുക്കാനുള്ള നടപടികളൊക്കെ സ്പീഡാക്കുന്നുണ്ടെന്നാ തോന്നുന്നേ. ഇവർക്കിത് എന്തിന്റെ അസുഖമാണോ എന്തോ? എന്തായാലേ നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ വർത്താനം പറഞ്ഞേക്കും, ഞാൻ പോവാ. അവക്കെ അവരുടെ വായിരിക്കുന്ന കേൾക്കാൻ സമയമായി. അതാ ചെല്ല് നന്നായിട്ട് കേട്ടിട്ടു. കുമാരി, മോള് പോവല്ലേ, അവിടെ നിൽക്കി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം നിന്നോട്. എന്താ തേങ്ങ കച്ചവടത്തിന്റെ ആണെങ്കിൽ ഇനി പറയണ്ട. അല്ല മോളെ, ഉള്ളിലെ വിങ്ങലടി, നീ ഒന്ന് കേക്ക്. അതിന് പറ്റിയ ആൾക്കാരെ നന്ദിനിയും രമണിയാ. അവരാകുമ്പോ ആരോടും ഒന്നും പറയില്ല. മിണ്ടാപ്രാണികളല്ലേ? ശരി. അയ്യോ, അതുങ്ങൾ കുമാരി പോയോ? അതുങ്ങൾ അവിടെ കിടക്കുമായിരുന്നോ? നന്ദിനി, രമണി. എന്ത് പറ്റി? പാട്ടൊന്നുമില്ലല്ലോ. പാട്ടോ? സാധാരണ ഇവിടെ വന്നിരിക്കുമ്പോ പാട്ടൊക്കെ പാടിയില്ലേ ഇരിക്കണേ? അവിടെ തറവാട് നാളെ മറ്റന്നാളെ കൊണ്ടുപോകാൻ നിൽക്കുക, അപ്പോഴാ പാട്ട്. എന്റെ അപ്പുണ്ണേട്ടാ, അത് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഒരു പാട്ടൊക്കെ പാടിയിരിക്കും. പറ്റില്ല. എന്താ പറ്റായിക? അപ്പുണ്ണേട്ടാ പറ്റില്ല പറഞ്ഞില്ലേ? അപ്പുണ്ണേട്ടാ, ഈ കത്തിയൊക്കെ ഒന്ന് മൂർച്ചയാക്കി തരണേ. ഇതിപ്പോ ഞാൻ തന്നെ മൂർച്ചയാക്കണമെന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ചെയ്തൂടത്. എന്റെ അപ്പുണ്ണേട്ടാ, ഞങ്ങളാക്കി ആവൂല, അതുകൊണ്ടല്ലേ ചോദിക്കണേ. അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടാ. ആയിക്കോളും. എന്നാലും അപ്പുണ്ണേട്ട ആക്കി തന്നാ മതി. ഒക്കെ ഇരിക്കുക പണി. ചേച്ചി, ഗ്യാസിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? മറന്നുപോയി. എന്താ ഗ്യാസിന്? അപ്പുണ്ണേട്ടാ, ഗ്യാസും തീരാറായി, അപ്പൊ അതും കൂടെ ഒന്ന് എടുക്കണേ. ഇനി എന്തിനാ ഗ്യാസ് മാറ്റണത്? 2 ദിവസം കഴിയുമ്പോ വീട് വിട്ടപ്പോൾ എല്ലാരും പോകണ്ടല്ലേ? ഇനിയിപ്പൊ അഥവാ അങ്ങനെ പോവാണെങ്കിലേ ഗ്യാസ് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം. അതെന്തിനാ നീ കൊണ്ടോട്? എനിക്ക് എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ? അപ്പൊ ഞാൻ കൊണ്ടുപോയാലും എന്താ കുഴപ്പം? ഞാൻ കൊണ്ടുപോയാലും എന്താ കുഴപ്പം?
എന്റെ ചേച്ചി ഞാനല്ലേ ഇവിടെ കയറി വന്ന ആദ്യത്തെ മരുമോള്, അപ്പൊ ഞാൻ കൊണ്ടാവും. അതുകൊണ്ടെന്താ, ഞാനല്ലേ മൂത്ത മരുമോള്, അപ്പൊ ഞാൻ കൊണ്ടുപോക്കോളും. അങ്ങനെയാണെങ്കിലേ ഇവിടെ 2 ഗ്യാസ് ഇല്ലേ? അതിലൊന്ന് ഞാൻ കൊണ്ടുപോകും, ഒന്ന് നീ കൊണ്ടുപോക്കോ. രണ്ടാളൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഇവിടെ വീട് പോകുന്ന സങ്കടമല്ല, ഗ്യാസ് കൊണ്ടുപോയിട്ടാണപ്പോ രണ്ടാൾക്കും. എന്റെ അപ്പുണ്ണിയുടെ ഞങ്ങൾ വെറുതെ തമാശക്ക് പറയുന്നത് എങ്ങനെ? എന്ത് തമാശ? പുണ്യയുടെ പിന്നല്ലാതെ നമുക്കൊരു സങ്കടം വരാനുണ്ട് എന്ന് ഓർത്ത് ഇപ്പോഴേ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ല. ഞങ്ങൾ ഓരോ നിമിഷവും നല്ല സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നവരാ. അത് മാത്രല്ല, മോൻ വലുതാവുമ്പോഴേക്ക് പറയാനുള്ളതാ, മോന്റെ അമ്മയും ചിറ്റയൊക്കെ ഈ കുട്ടിലപ്പാട്ട് തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന്റെ തലേ ദിവസം വരെ നല്ല തമാശയും സന്തോഷമൊക്കെ ആയിട്ടാ കഴിഞ്ഞിരുന്നേന്ന്. നിനക്ക് എങ്ങനെ കുമാരി എന്നൊക്കെ പറ്റണത്? പുണ്യേട്ടനും അങ്ങനെ ആവണമെന്നാ ഞാൻ പറയണത്. എനിക്ക് അങ്ങനെയൊന്നും ആവാൻ പറ്റൂല. ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഒരു പാട്ട് പാടി അങ്ങോട്ട്. അതെ, എന്റെ സങ്കടം നിങ്ങൾക്കൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല കേട്ടോ. ഞാൻ ഈ തറവാടുള്ള കാലം മുതൽ ഞാനിവിടെ ഉണ്ട്, അത് മനസ്സിലാക്കണം. അങ്ങനെയല്ലല്ലോ, അപ്പുണ്ണിയേട്ടനുള്ള കാലം മുതല് തറവാട്ടിലുണ്ടെന്നല്ലേ? നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ നീ? പിന്നെ അല്ലാതെ അപ്പുണ്ണിയേട്ടൻ നീ തറവാട് അതുപോലെ പറയണേ. വെറുതെ മനുഷ്യനെ ദേഷ്യം പഠിപ്പിക്കാൻ. എന്താ പുണ്യത്, എന്തൊരു ബഹളാത്, ഇത് എന്തിനിങ്ങനെ ഒച്ച വെക്കണം എല്ലാവരും കൂടിയിട്ട്? പാങ്കിയാമ്മ ഒന്നും പറയണ്ട. ഈ അമ്മയോടും കുഞ്ഞമ്മയോടും ഉള്ള ദേഷ്യം അപ്പുണ്ണിയേട്ടൻ ഞങ്ങളുടെ അടുത്ത് തീർക്ക. ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോണോല്ലോ എന്നോർത്തുള്ള സങ്കടം മുഴുവൻ ഞങ്ങളുടെ മേലിട്ട് കയറാം. പുണ്യേ, ആവശ്യത്തിനുള്ള വഴക്കും ബഹളവും ഒക്കെ ഇവിടെ രാധേച്ചി ഉണ്ടാക്കണ്ടത്, നീ ഞാൻ എന്റെ കൂടെ കൂടണ്ട. എന്റെ അപ്പുണ്ണിയെ, ഈ തറവാട് ആശ്രമക്കാരും സർക്കാരും വന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോവില്ല. അതിന് കുറച്ച് കാലതാമസം എടുക്കും, ചിലപ്പോ വർഷങ്ങൾ തന്നെ എടുത്തൊന്നിരിക്കും. അതൊക്കെ അമ്മായിക്ക് തോന്നുക. ഇത് സർക്കാരിന് ഗുണമുള്ള കാര്യം അതുകൊണ്ടേ അവര് പെട്ടെന്ന് ചെയ്യും. ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് സർക്കാർ കാലതാമസം ഉണ്ടാക്കുക, അറിയോ? എന്റെ അപ്പുണ്ണിയേട്ടൻ ഇങ്ങനെ ആവല്ലേ, എനിക്ക് ധൈര്യം തരേണ്ട ആളല്ലേ അപ്പുണ്ണിയേട്ടൻ. എനിക്ക് എന്റെ കാര്യം ആലോചിച്ചിട്ടുള്ള സങ്കടം. എന്റെ മോന്റെയും കാര്യം ഓർത്തിട്ടല്ലേ? അങ്ങനെയൊന്നും സങ്കടപ്പെടണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. അതെ, നിന്റെ മോന്റെ കാര്യം ആലോചിച്ചിട്ടുമല്ല, എനിക്ക് എന്റെ തൊഴുത്തുണ്ട് പശുക്കളും പോവും, അത് സങ്കടം. പങ്കിയമ്മ കേട്ടില്ലേ? ഈ അപ്പുണ്ണിയേട്ടനുണ്ടല്ലോ ഒരു കാലത്ത് നന്നാവാൻ പോണില്ല, പശുവും തൊഴുത്തു. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ മോനൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ഈ തൊഴുത്തും പശുക്കളും ഉണ്ട് എനിക്ക്. അപ്പൊ ആ വിഷമം എനിക്ക് ഉണ്ടാവും. ഇണ്ടെങ്കിൽ കണക്കായി പോയി, ഓർത്ത് വിഷമിച്ചോണ്ടിരുന്നോ? കുമാരി, അപ്പുണ്ണിയുടെ ശുദ്ധ മനസ്സുകൊണ്ട് പറയുന്നതാ, കാര്യാക്കണ്ട. അപ്പുണ്ണി, കുമാരി വിഷമം കൊണ്ട് പറയുന്നതല്ലേ, ഇങ്ങനെ വഴക്കു കൂടാതെ. അതെ അപ്പുണ്ണിയേട്ടാ, കുഞ്ഞമ്മയുടെ തറവാട് ദാനം മുടക്കാനായിട്ട് പടച്ചോൻ ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ടേക്ക് അയക്കും. പടച്ചോനല്ലേ പണി. പങ്കിയാമ്മ കളിയാക്കൊന്നും വേണ്ട, നോക്കിക്കോ, കൊട്ടിലപ്പാട്ടിന്റെ രക്ഷകൻ ഉടൻ ഇവിടെ അവതരിക്കും. കത്തി മുറിച്ചേക്കാൻ ഇവിടെ അപ്പുണ്ണി വേണം. ഒരാൾക്കൊരു കാര്യത്തിന് പറ്റില്ല. ഉത്തമ, അപ്പുണ്ണി, അതെ, നിന്നങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്നാ കണ്ടോളാ ശരിക്കും. ഇവിടെ പലതും കാണിക്കാൻ വേണ്ടി തന്നെ വന്നേക്കണത്. നല്ല കലിപ്പിലാണല്ലോ. നീ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നേക്കണ. എന്റെ അമ്മ എന്ന് പറഞ്ഞ ബാലമണി എന്ന് പറഞ്ഞ തള്ള വിടറ. ഉത്തമ, അങ്ങനെയൊക്കെ അമ്മയെ വിളിക്കാവോ? വിളിക്കടാ അമ്മേ. നിന്റെ അമ്മേനല്ല എന്റെ അമ്മേനെ വിളിക്കാൻ. അപ്പച്ചേ, ഞങ്ങളുടെ മോളെ ഭ്രാന്ത് പിടിച്ചു വന്നിരിക്കണു. ഭ്രാന്ത് പിടിച്ചേക്കണം നിന്റെ തന്തക്ക. എന്റെ രണ്ടാം നിന്റെ അമ്മാവനാട്ടോ. എന്റെ അമ്മാവന് ഭ്രാന്ത് പിടിച്ചൂടെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 4 കൽപ്പിച്ചാ ഞാൻ വന്നേക്കട്ടാ. രണ്ടെല്ലാം കലിപ്പിക്കാറ് സാറിന്. തലഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ നീ ഗ്രാമർ പഠിപ്പിക്കണം. മാമ കൊഞ്ചം പുറമേ ഇருக்கு. ഒറ്റ ചവിട്ടി എവിടെ തമിഴ്നാട്ടിൽ പോയി കിടക്കൂട്ടാ. ഇതുപോലെ 150 രൂപ അരിമുറുക്ക് മൊത്തം പൊടിഞ്ഞു പോയി. വിളിക്കണ അപ്പച്ചേ, ഉത്തമ നീ ഒന്ന് അടങ്ങിട്ടോ. എന്നെ ആടാ ഇത്, ഞാനിവിടെ ഉണ്ട്. ഉണ്ടായിരുന്നാ? ഞാൻ ഓർത്ത് ഇവിടെ എല്ലാവരും കൂടി അമ്മേനും കൂടി ആശ്രമക്കാർക്ക് വിറ്റന്ന്. അയ്യോ ഉത്തമ, അങ്ങനെ എല്ലാം ഒന്നും അവരെടുക്കത്തില്ല, ഉപയോഗമുള്ള സാധനം മാത്രമേ എടുക്കല്ലേ. അതെ ഇത്താ, 500 തെറിയാൻ വായിൽ വെറുതെ ഇട്ടിടക്കി ആർക്ക് കൊടുക്കണമെന്നറിയാൻ, ചുമ്മാ മേടിച്ചു കൂട്ടല്ലേ. മാമിയാരേ, ഇവിടുത്തെ തറവാട് എപ്പോഴാണ് ജപ്തിക്ക് കൊടുക്കുന്നത്? കേട്ടല്ല ഇത് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടം വരെ അവൾ എന്നെ പറഞ്ഞു കളിയാക്കൊണ്ടിരിക്കുന്നു.
ഉത്തമൻ എല്ലാവരോടും എല്ലാ തെണ്ടികളോടും നെഞ്ചു വിരിച്ചെന്ന് പറയുമായിരുന്നു ഉത്തമൻ തറവാട്ടി പറഞ്ഞവനാണ്. ഇപ്പൊ ആ തറവാടാണ് പോകാൻ പോണത്. എടാ തറവാട് പോയിട്ടൊന്നുമില്ല, അതിനുള്ള നീക്കങ്ങൾ നടക്കണുള്ളൂ. എടാ നീക്കങ്ങൾ നടക്കുമ്പോ അത് തടയാൻ നട്ടലുള്ള ഒരുത്തം പോലും ഇവിടെ ഇല്ലേ? അതിന് അമ്മ ആശ്രമത്തിലേക്ക് പോയില്ല ഉത്തമ. ഓ, ഞാൻ ഈ തറവാട്ടിൽ തന്നെ വന്ന് പറഞ്ഞല്ല. ഉത്തമ നീ ഇങ്ങനെ ആദ്യം പിടിക്കണ്ട. അതെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, തറവാട് വരെ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല, അതിന് നീക്കങ്ങൾ നടക്കണേ ഉള്ളൂ. എടാ പുണ്ണി, നിന്റെ അമ്മ ഇവിടുന്ന് വഴക്കിട്ട് ആശ്രമത്തിൽ പോയപ്പോ അടുത്ത അനന്തരാവകാശമായിട്ട് എന്തുകൊണ്ട് എന്റെ അമ്മേനെ വാഴിച്ചില്ല? അയ്യോ, അടുത്ത അനന്തരാവകാശമൊക്കെ പ്രഖ്യാപിക്കാൻ ഇതെന്താ രാജഭരണമാണോ ഇവിടെ നടക്കുന്നത്? അല്ലല്ല, രാജഭരണം അല്ലല്ല. എന്നിട്ട് എവിടെയോ കിടക്കുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഈ കൊട്ടിലപ്പാട്ട് തറവാട്ട് ഭരിക്കുന്നു. അത് നിന്റെ അമ്മ ഇല്ലാത്ത സമയം നോക്കി. എടാ ഉത്തമ, നീ പറയുന്ന പോലെ അവർ ഏതോ ഒരു സ്ത്രീ അല്ല. ഒരു സ്ത്രീ അല്ല, അതിൽ കൂടുതലുണ്ടാ. എവിടെ പോടാ വേണ്ട അവിടുന്ന്. എടാ നമ്മുടെ സീതാലക്ഷ്മി ഇല്ലേ, സീതാലക്ഷ്മിയുടെ അനിയത്തിയാ രാധാലക്ഷ്മി. രാധാലക്ഷ്മി. എന്നിട്ട് എത്രയും നാളെ എവിടെയായിരുന്നു ഈ രാധാലക്ഷ്മി? ജയിലിലായിരുന്നു, പരോളിന് ഇപ്പൊ വന്നതാ. നീ ജയിലൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ഞാൻ കുറെ കാലം ജയിലിൽ കിടന്നിട്ടുള്ള ആളാ. മാമ ഇപ്പൊ ജയിലിൽ കിടന്ന് എടാ പുണ്ണി, ഞാനൊരു മാല മോഷ്ടിച്ചെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ കള്ളനാക്കി മുദ്ര കുത്തി നാട് കടത്തി. നാട് കടത്തി? നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ ഇവിടുന്ന്? അല്ല, അങ്ങനെ ഇപ്പൊ പോയാലും ഒരു എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചല്ലേ പോയേക്കണെന്ന് ഓർത്ത് അവനെ തിരിച്ചു വിളിച്ചോണ്ട് വരണ്ടേ? അതിവിടെ ആർക്കും തോന്നിയില്ല, പോയാ പോട്ടെന്ന് തോന്നി. ആര്, ഞാനാ? അല്ല മാല. ഓ എടാ പുണ്ണി, ഇപ്പൊ ഈ തറവാടിന്റെ അവസ്ഥ എന്താ? ഒരു ജയിൽ പുള്ളിയാണോടാ തറവാട് ഭരിക്കേണ്ടത്? അതെ, ഇത് എന്റെ അമ്മ കൂടി അവകാശപ്പെട്ട തറവാടാ. ഇത് ഒരോ ആശ്രമത്തിനും കൊടുക്കാൻ ഞാൻ സമ്മതിക്കല. മാമ കോപപ്പെടാതെ. ഞാൻ കോപപ്പെടും, കേട്ടല്ല? എന്റെ അമ്മക്കും കൂടി അവകാശപ്പെട്ട ഈ തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കാൻ പോകുന്ന അകത്തിരിക്കുന്ന സരള എന്ന സ്ത്രീ ഉണ്ടല്ല, സരളയല്ല രാജാലക്ഷ്മി, പേരെന്തോ ആയിക്കോട്ടെ, അവരുടെ ചോര കൊണ്ട് ഞാൻ ഇവിടെ കളം വരക്കും. എന്താ കയ്യിലിരിക്കുന്നത്? വാക്കത്തെയാണ്. കേട്ടെ, മുറിച്ചേണ്ട. ഇപ്പൊ മുറിച്ചാക്കിയുള്ളൂ. ഒറ്റ വെട്ടിന് മുറിയോ? ആ മുറിയും. എന്നാ രാധയുടെ തല ഞാനിന്ന് വെട്ടും. എനിക്ക് രാധയുടെ തല വെട്ടണം. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ഈ തറവാടിന് വേണ്ടി പറഞ്ഞത്. എനിക്ക് അതൊന്നും വേണ്ട. അത് പറ്റില്ല, ശരിയാവില്ല. ഞാൻ വെട്ടി രണ്ട് കുഞ്ഞു തന്നു. ഇതിനകത്താണോ? കുഞ്ഞു വേണ്ട. ഇല്ലില്ല, ഇവിടെ എവിടെ പോയി വിളിച്ചിരിക്കാനോ? ഒന്നും പറയണ്ട. അമ്മ പറയുന്നു ഒന്ന് കേക്കടാ. അമ്മ പറഞ്ഞ ഇന്നല്ല, ഞാൻ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് നീ ഇതുവരെ ഗതി പിടിക്കാൻ പോയത്. അയ്യോ, നീ ജില്ലാ കളക്ടറായല്ല, എപ്പോഴാ തൊഴുത്തിന്ന് വന്നത്? നീ കുഞ്ഞമ്മനെ വിളിക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഈ തറവാട്ടിൽ നീ രക്തം ഒഴിക്കരുത് കേട്ടോ. എടാ, ഞാൻ വെട്ട് കഴിഞ്ഞിട്ട് പൈപ്പിട്ട് പുറത്തേക്ക് കളയാ. ഒന്ന് പോടാവുന്നു. നീ കുഞ്ഞമ്മനെ വിളി. മാമ ഞാൻ പറയണ ഒന്ന് കേക്ക്. എന്നെ ആലോചിച്ചിട്ടെങ്കിലും മാമ വെട്ടാതെ. എടി, നിന്നെ ആലോചിച്ചാണ് ഈ വെട്ടണത്. വെട്ടി കൊന്നിട്ട് ജയിലിൽ പോയി കിടന്ന സമാധാനമായിട്ട് കിടക്കാല. നീ കുഞ്ഞമ്മനെ വിളിക്കണം. പൊന്നുമോനെ, നീ അവളെ ഓർക്കണ്ട, നീ അമ്മയെ ഒന്ന് ഓർക്കണ. ശരി, ഞാൻ അമ്മേനെ ഓർക്കാം. ഒരു കാര്യം ചെയ്യും, അമ്മക്ക് 14 സെന്റ് സ്ഥലമാണോ വേണ്ടത്, ഞാനാണോ വേണ്ട? പറ. ആ 14 സെന്റ് സ്ഥലം മതി. കേട്ടില്ലേ? പിന്നെ ഞാൻ എങ്ങനെ വെട്ടാതിരിക്കും? അല്ല 14 സെന്റ് സ്ഥലവും വേണം, നിന്നെയും ഓ, വേണം. പണ്ടേ ഈ അമ്മ ഇങ്ങനെയാണ്, എല്ലാം വേണം, എല്ലാം വേണം. വിളിച്ചിട്ട് വേണം കുഞ്ഞമ്മേന. ചെല്ലി. അപ്പുണ്ണി നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കരുത്, വേഗം പോയി വിളിച്ചോണ്ട് വാ. ചെല്ലി. ഓട്, ഓട്. അതെ, ഇത്തേനൊരു കാര്യം പറയാനുണ്ട്. ഒരു ബക്കറ്റും കുറച്ച് വെള്ളം, ഒരു തുണി എടുത്തിട്ട് വാ. എന്തിനാ ഉത്തമ? ചോര കഴുകിക്കളയണ്ടേ? തമാ, ഓ, കത്തി താഴെ ഇടറാ. എന്താന്ന്? നിന്റെ അമ്മയാ പറയുന്നത്, കത്തി താഴെ ഇടറാ. അമ്മയ്ക്ക് ആപ്പിൾ കിടന്ന് തിലാൻ കളിക്കല്ലേ? കുഞ്ഞമ്മേനെ വിളിക്കുക, എനിക്ക് വെട്ടണം, വെട്ടി കൂട്ടണം. ഇതെന്താ ഇവിടെ കിടന്ന് ബഹളം വെക്കണേ? വെള്ളം വെച്ചാൽ എന്താ കുഴപ്പം? ബഹളം വെച്ചാൽ എന്താ കുഴപ്പമൊന്നോ? ഇവിടെ ഒരു കുഞ്ഞാവുള്ളത് അറിയാമോ? അയ്യോ, കുഞ്ഞുവാവ. പിടിച്ചാ. ഇതെന്താ? ഇത് കുഞ്ഞുവാവക്ക് ഞാൻ കൊണ്ടുവന്ന അരിമുറുക്ക. കുഞ്ഞാവയ്ക്ക് പല്ലില്ലാതെ എങ്ങനെ ഇതൊക്കെ കഴിക്കാം? നിങ്ങൾക്ക് വലിയില്ലേ, നിങ്ങൾ ചവച്ചിട്ട് കൊണ്ട് കൊടുക്കണം. കുത്തിയിലൂടെ ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെക്കണേ എന്തിനാ? വെള്ളം വെച്ച കാര്യമാണ്, അത് ഞാൻ മറന്നു നിൽക്കായിരുന്നു. പറഞ്ഞോളൂ. കുമാരി അറിഞ്ഞോ? ഉത്തമനെ നമ്മുടെ കുഞ്ഞമ്മയെ കൊല്ലാൻ പോവാ. ഒറ്റ വെട്ടിന് കൊല്ലുന്നാ പറഞ്ഞേക്കുന്നേ. കൊല്ലുന്ന് പറഞ്ഞല്ല, കൊല്ലും ഞാൻ. കുഞ്ഞമ്മയുടെ പേരെന്താ? രാധാലക്ഷ്മി. അത് ഇന്ന് വരെ. നാളെ തൊട്ട് ഒരു കഷ്ണം രാധയും ഒരു കഷ്ണം ലക്ഷ്മിയാ. വെട്ടി ഞാൻ രണ്ടാക്കും. കുഞ്ഞമ്മേനെ വിളിക്ക്. മാമ വെട്ടും. അതെ, ചോര കണ്ട പേടിയുള്ളവര് മച്ചിന്റെ മുകളിൽ പോയി വിളിച്ചോ. എനിക്ക് പേടിയുണ്ട്, പക്ഷെ ഞാനിത് കാണാൻ വേണ്ടി നിൽക്കും. എടാ പുണ്ണി, വിളിച്ചിറങ്ങിട്ട് വേണം നിന്റെ കുഞ്ഞമ്മേന. ആരാണ് അവിടെ എന്നെ കൊല്ലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നേ? കുറെ നേരമല്ലോ തുടങ്ങിട്ട്. ഞാനാടി. വാറ്റ് രാധേച്ചി. അയ്യോ, ഓട്ടക്കല് ഉത്തമനല്ലേ? അതെ. അല്ല ചേച്ചി എന്താ ഇവിടെ? അത് ശരി, ഞാനെന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഇതെന്റെ തറവാടാണ്. ഇത് നിന്റെ തറവാടോ? ഓ, അപ്പൊ നിനക്ക് തറവാടൊക്കെ ഉണ്ടല്ലേ? ഒരെണ്ണം. ചേച്ചി എന്താ ഇവിടെ?
സീതേച്ചി എന്റെ ചേച്ചിയാ. സീതേച്ചി ചേച്ചിയാ? അയ്യോ, അപ്പൊ നമ്മള് ബന്ധുക്കളായിരുന്നാ? ഓ, ഇത് നേരത്തെ അറിഞ്ഞായിരുന്നേ ഞാൻ കിടന്ന് ഷൈൻ ചെയ്തേനെ. അല്ല, നീ ഇപ്പൊ കുറച്ചു മുന്നേ ഇവിടെ ഇരുന്ന് എന്നെ കൊല്ലുവന്നോ തല്ലുവന്നോ, എന്റെ ചോര നീ ഇവിടെ ഒന്ന് തുണിയെടുത്ത് പിഴിഞ്ഞൊഴിക്കുവെന്നോ എന്തൊക്കെയാ പറഞ്ഞായിരുന്നല്ലോ. ഞാനാ? അയ്യോ, ഞാനങ്ങനെ പറയുവാ? ഞാൻ ചെയ്യൂ അങ്ങനെ? ആ പറഞ്ഞു ചേച്ചി. ചേച്ചിയെ വെട്ടി 2 തുണ്ടാക്കൂന്ന് പറഞ്ഞു ചേച്ചി. അങ്ങനെ പറയണെങ്കിൽ എന്റെ വാക്കത്തി വേണ്ടേ? അവരല്ലേ വാക്കത്തി? അവരാ പറഞ്ഞ അങ്ങനെ? അയ്യോ, ഇതിപ്പോ എന്റെ കൈ വന്ന്. അത് നേരത്തെ പോലെ ഉണ്ടായിരുന്നു. ഇല്ലേ? ഞാനല്ല. എന്നാ പിടി. എനിക്ക് വേണ്ട. ഉത്തമനല്ലേ പറഞ്ഞത് ബക്കറ്റും വെള്ളം എടുത്തോണ്ട് ഇവിടെ ചോര വീഴും തുടയ്ക്കണോന്നൊക്കെ? അയ്യോ, ബക്കറ്റും വെള്ളം എടുത്തോണ്ട് പോവാ, എനിക്ക് തുണിയൊക്കെ ഒന്ന് കഴുകണോന്ന് പറഞ്ഞ അല്ലേ? ഇല്ല, അതൊക്കെ ഞാൻ നേരത്തെ അലക്കാച്ചു മാമ. അയ്യോ, ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അല്ല ഉത്തമേട്ടാ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? പരിചയോ? ഞങ്ങൾ ഭയങ്കര പരിചയക്കാരല്ലേ? എങ്ങനെ പരിചയം? അതൊരു വലിയ കഥയാ. അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ചെന്നൈയിൽ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് ആകെ ടയേർഡായിട്ടിരിക്കും. എന്നാലും ഇവിടെ മുളക് ഉണക്കായിട്ടേ ഞങ്ങൾ പോന്നേക്കണത്. മഴ വന്നാൽ മൊത്തം നനഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? നിക്കട അവിടെ. നിനക്ക് അത്ര ധൃതിയാണോ പോവാൻ? അല്ല, ഈ വീട് ഒരു കൊള്ളൂലാത്ത വീടാ. അത് കാരണം ഞാൻ വന്നാൽ അങ്ങനെ നിൽക്കാറില്ല. എന്റെ അനുവാദം ഇല്ലാതെ നീ പോവോ? അല്ല, ചേച്ചി പറയുകയാണെങ്കിൽ നിൽക്കാം. എന്നാ പോണ്ട. പോണില്ല. എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. അത് ശരി. എന്നാ ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ട്. ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഒക്കെ ഞാൻ ചെയ്തു തരാം. അതെ, കേട്ടല്ല? ഇനി ഇവിടെ ആരെങ്കിലും ചേച്ചിയുടെ നേരെ നിന്ന് കഴിഞ്ഞാ നേരത്തെ അനുഭവമല്ലോ, വെട്ടി തുണ്ടാക്കി കളയും. മടി. ആ കയ്യോടെ കെട്ടിയൊക്കെ എടുത്ത് തലയിട്ട് വെക്കുന്നേ. അനുഗ്രഹം മേടിക്കണേ. എന്റെ ഭാര്യ ഉണ്ടാ. ഓ, നിനക്കും പെണ്ണൊക്കെ കിട്ടിയോ? വന്ന് പെട്ടതാ. അപ്പൊ ഇനി നമ്മൾ സെറ്റ്. മാറി ഞങ്ങളെ പോയിട്ട് വിട്ടേ. എന്നാലും ഈ ഉത്തമനും രാധാലക്ഷ്മിയും തമ്മിൽ എങ്ങനെയാ ഇത്രയും പരിചയമായതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല. നിങ്ങൾ ബന്ധുക്കളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കുന്ന ഞാൻ വിചാരിച്ചേ. അതെങ്ങനെയാ? നാടക നടനായ എന്റെ ആങ്ങള സീതാലക്ഷ്മിയെ കല്യാണം കഴിച്ചത് രാധാലക്ഷ്മിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ആങ്ങളയുടെ ബന്ധുക്കളുമായിട്ട് ഇവർക്ക് യാതൊരു അടുപ്പവും ഇല്ല. അപ്പച്ചി, ഉത്തമേട്ടൻ കുഞ്ഞമ്മയെ വാറ്റുരാതെ എന്നല്ലേ വിളിച്ചേ? അതെ. അപ്പൊ അവര് തമ്മിലെ ഇടവപ്പാതി വെച്ചുള്ള പരിചയമായിരിക്കും. അതിന് സാധ്യതയുണ്ട്. അല്ലപ്പച്ചി, എന്താണ് ഞാൻ ആലോചിക്കണം എന്താണെന്നറിയാമോ? ഉത്തമേട്ടന് ഈ ലോകത്ത് ആരെയും പേടിയില്ലെന്നല്ലേ നമ്മൾ വിചാരിച്ചേ. വലിയ ഉണ്ടല്ലേ? പക്ഷെ ഈ കുഞ്ഞമ്മയെ കണ്ടതും നിന്ന് വിറക്കായിരുന്നു. ശരിയാ ചേച്ചി, ഇനി കുഞ്ഞമ്മ വല്ല അധോലോകത്തൊന്നും വന്നായിരിക്കോ? അതോലോകോ? എനിക്കറിഞ്ഞൂടാ. അപ്പച്ചി പോലും പേടിയില്ലല്ലോ ഉത്തമേട്ടന്. പിന്നെ ഇതെങ്ങനാന്നോ? അതാണ് ഞാനും ആലോചിക്കുന്നു. എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റിയ ആള് വരുന്നുണ്ട്. അതിനോട് ചോദിച്ചും പറഞ്ഞും വരുമ്പോഴേക്കേ നേരം വെളുക്കും. ചക്കെന്ന് പറഞ്ഞ കൊക്കെന്താ കേക്കുന്നേ? നമുക്ക് ചോദിച്ചു നോക്കാം. ഹിസ്റ്ററി ഫ്ലാഷ് ബാക്ക് ഒക്കെ. എന്നെ പേശിക്കൊണ്ടിരിക്കുന്നത് അത് എന്റെ അക്ക. ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? സത്യമേ പറയൂ. അതെ, ഈ ഉത്തമേണ്ണും കുഞ്ഞമ്മയും തമ്മിൽ എങ്ങനെയാ പരിചയം? ഞങ്ങൾ അത് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, അതെനിക്ക് தெரியாது. ഞാനും ഇവിടെ വന്നപ്പോഴാണ് ഈ മാമാവും കുഞ്ഞമ്മയും തമ്മിൽ പരിചയം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഞാൻ ഇതേ പറ്റി മാമാവോട് ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞേ? മാമ എന്നോട് ഒന്നും ചൊല്ലല്ലേ. അല്ല, ഇതിനു മുമ്പ് ഉത്തമേട്ടനായിട്ട് എന്താ പരിചയം അങ്ങനെയൊന്നും അറിയില്ലേ? എനിക്ക് മാമാവ കല്യാണം കഴിക്കുന്നതിനോട് 6 മാസം മുന്നേ എനിക്ക് മാമാവെ തെരയൂ. അതൊക്കെ മുன்னாടി മാമ എന്ത് ചെയ്യായിരുന്നു എന്ന് എനിക്ക് தெரியாது. അപ്പച്ചി, ഈ കല്യാണത്തിന് മുമ്പേ ചെക്കനെ പറ്റി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ചടങ്ങ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ഇല്ലാന്ന് തോന്നണേ. പാവം പെട്ടുപോയതാട്ടോ. അപ്പടിയൊന്നല്ല, ഈ മാമ തങ്കമാനവരല്ലേ? എനിക്ക് വാഴ്ക്കയിൽ അത് പോതും.
ഞങ്ങളിവിടെ അവര് തമ്മിൽ എങ്ങനെയാ പരിചയം എന്നുള്ളത് ആലോചിച്ച് ഒരു എത്തും പീടും കിട്ടാതെ ഇങ്ങനെ നിൽക്കായിരുന്നു. ആലോചിച്ച് അവൾ അധോലോകം വരെ എത്തിച്ചു. അതോ ലോകമാ ഈ അണ്ടർവേൾഡ്. അണ്ടർവേൾഡാ? മാമ അണ്ടർവേൾഡാ? മോണിക് ഭാഷ മാതിരി. എന്നാ എന്നോട് ഇത് മാമൻ ചൊല്ലവേ ഇല്ലല്ലോ. മാമയല്ല, കുഞ്ഞമ്മ. മാമ അല്ല? അല്ല, കുഞ്ഞമ്മായാ? എന്തായാലും ശത്രുപക്ഷത്ത് കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ എന്ന് ഇതുവരെ വിചാരിച്ചത്. പക്ഷെ അംഗബലം കൂടി. അതെ, ഞാൻ അവരെ കൂടെ നിക്കണോ നിങ്ങളെ കൂടെ നിക്കണോ? ഞങ്ങളുടെ കൂടെ. ഇവിടെ ആൾബലം കൂടുതല്. പക്ഷേ മാമ അവരെ കൂടെയല്ലേ? പക്ഷെ ആൾബലം കൂടുതലുള്ളിടത്തല്ലേ ജയിക്കുള്ളൂ. അങ്ങനെയാണല്ലേ? അപ്പൊ ഞാൻ നിങ്ങളെ ഇവിടെ നിൽക്കാമേ. എന്താ? അല്ല, നമ്മൾ എല്ലാരും ടീമായിട്ട് ചേർന്ന് നിൽക്കുമ്പോ ഇങ്ങനെ കൈയടിക്കൂലേ? അമ്മാവാ, ഉത്തമന്റെ വരവൊക്കെ കണ്ടപ്പോഴേ ഞാൻ കരുതി അവൻ കുഞ്ഞമ്മേനെ വെട്ടിയിട്ട് 2 കഷ്ണാക്കുന്നു. എന്റെ അടുത്ത് വാക്കത്തേക്ക് വാങ്ങിയിട്ട് അകത്തേക്ക് ഒരു പോക്ക് പോയവൻ. എന്നിട്ടേ കുഞ്ഞമ്മേനെ കണ്ടപ്പോ മൂത്രം വെച്ചു. അയ്യേ, അല്ല മൂത്രം വെച്ചില്ല, മുണ്ടൊക്കെ അയച്ചിട്ട് ഇങ്ങനെ നിന്നു കുഞ്ഞമ്മയുടെ മുന്നില്. പുലി പോലെ വന്നിട്ടേ പൂച്ച പോലെയായി. ഞാൻ ആലോചിക്കാം, കുഞ്ഞമ്മേനെ കണ്ട അപ്പൊ വീട്ടിൽ കൊല്ലൊന്ന് പറഞ്ഞു വന്നോൻ ഇപ്പൊ കുഞ്ഞമ്മയുടെ വലം കയ്യ. എന്തൊക്കെയാണ് അവിടെ നടക്കണേ? എനിക്കറിയില്ല. ഇപ്പൊ അകത്തുള്ളവരൊക്കെ പുറത്തും പുറത്തുള്ളവരൊക്കെ അകത്തുമായി.